എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ ഇച്ചിഗോ അവനാണെങ്കിൽ അവിടേക്ക് വന്ന സോൾ റിപ്പർ ക്യാപ്റ്റൻസ് അവരെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ എന്താ ഈ സ്കൂൾ യൂണിഫോമിൽ എവിടേക്ക് വന്നേ? അതിന് റാഞ്ചി അവനിപ്പോ ഇച്ചിഗോയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞങ്ങൾ ഇവിടേക്ക് വന്നത് അത് മറ്റൊന്നിനുമല്ല, ഞങ്ങളുടെ സീനിയർ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. അലങ്കാഴ്സ് അവർ സോൾ റിപ്പേഴ്സും ഹ്യൂമൻസുമായിട്ട് വലിയൊരു യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഹോളോസുമായിട്ട് റിലേറ്റ് ചെയ്ത അവര് ഭയങ്കര പവർഫുള്ളാണ്. നിനക്ക് ആക്ച്വലി അവരെ കുറിച്ച് അറിയില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ഹീറോ അവനാണെങ്കിൽ അവൻ ഫൈറ്റ് ചെയ്ത ആ മോൺസ്റ്റേഴ്സിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അവരെ കുറിച്ചാണ് റാഞ്ചി പറയാൻ ശ്രമിക്കുന്നതെന്ന് അവന് നന്നായിട്ട് മനസ്സിലാവും. അവിടെ വെച്ചുണ്ടായ ഫൈറ്റും അവനും ഒറഹിബയ്ക്കും ഏറ്റ പരിക്കുകളെ കുറിച്ചൊക്കെ അവൻ ആലോചിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഒറഹിബയ്ക്ക് പറ്റിയ പരിക്കുകൾ അതെല്ലാം ആലോചിച്ച് തല താഴ്ത്തി അങ്ങനെ നിൽക്കും. അടുത്ത നിമിഷം നമ്മുടെ റുക്കിയ അവളാണെങ്കിൽ അങ്ങനെ ചാടി വന്ന് നമ്മുടെ ഹീറോയെ ചവിട്ടി താഴെ ഇടുകയാണ്. യു ആർ അൺബിലീവബിൾ. നീ ഇത്രയും പേടിത്തൊണ്ടനാണോ? എന്റെ പവർ മുഴുവൻ ഞാൻ നിനക്ക് തന്നത് ഇതുപോലെ വെറുതെ ഇരിക്കാനായിട്ടല്ല. നിനക്ക് ഒരുപാട് ട്രെയിനിങ് ആവശ്യമാണ്. ആദ്യം നീ എന്നോടൊപ്പം ഹോളോ ഹണ്ടിങ്ങിന് വരണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇച്ചിഗോടെ ആ ഒരു സോൾ റീപ്പർ ഫോം അതങ്ങനെ വലിച്ചു പുറത്തെടുത്ത് അവിടുന്ന് കടന്നു പോകും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ഇച്ചിഗോയുടെ ക്ലാസ്സിലുണ്ടായിരുന്ന സ്റ്റുഡൻസ് അവരെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. കാരണം അവരുടെ കണ്ണിൽ ഇച്ചിഗോ മരിച്ചു കിടക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുക. മറ്റൊരു ഭാഗത്ത് റുക്കിയാണെങ്കിൽ ഇച്ചിഗോയുടെ മുതുകിൽ കയറി ഏതോ ഒരു ഭാഗത്തേക്ക് വരും. അവിടെ ദൂരത്തായിട്ട് ഒരു ഹോളോ. റുക്കിയാണെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്ത് തകർക്കാനായിട്ട് ഹീറോയോട് പറയും. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ്. അതിൽ കലി ഇളകി അവൾ കാല് മടക്കി ഇച്ചിഗോ ചവിട്ടി താഴെയിടും. ഇച്ചിഗോ ആണെങ്കിൽ കൺട്രോൾ പോയി ഇപ്പൊ ഹോലോയുടെ മുൻപിലേക്ക് അങ്ങനെ തെറിച്ച് വീഴുകയാണ്. പക്ഷെ അവൻ അപ്പോഴും അതിനെ അറ്റാക്ക് ചെയ്യാൻ കൂട്ടാക്കാതെ മാറി നിൽക്കും. അത് കണ്ട റുക്കിയാണെങ്കിൽ അവൻ സപ്പോർട്ട് ചെയ്യാണ്. കമോൺ ഉറപ്പായിട്ടും നിന്നെ കൊണ്ടത് പറ്റും. അത് വെറും ഒരു ലോ ക്ലാസ് ഹോളോ ആണ്. നിന്റെ പകുതിയുടെ പകുതി പവർ പോലും അതിനില്ല. അതിനെ ഒറ്റയടിക്ക് കൊന്നുകള. ലാസ്റ്റ് ടൈം ഉണ്ടായ ഫൈറ്റ് അത് നിന്നെ ഇത്രയധികം പേടിച്ച് ഒരു മണ്ടനാക്കി മാറ്റിയോ? അത് കേൾക്കുമ്പോൾ വീണ്ടും നമ്മുടെ ചക്കൻ ഇച്ചിഗോ അവൻ ലാസ്റ്റ് ടൈം ആ ജൈന്റ് മോൺസ്റ്ററുമായിട്ടുണ്ടായ ഫൈറ്റിനെ കുറിച്ച് തന്നെ ആലോചിക്കും. അവന്റെ പേടി ആ ഫൈറ്റിനെ കുറിച്ച് ഓർത്തല്ല, മറിച്ച് അവന്റെ ബോഡിയിൽ തന്നെയുള്ള ആ ഈവിൾ പവർ അതിനെക്കുറിച്ച് മാത്രം ഓർത്താണ്. ഹീറോയുടെ പേടി അതിപ്പോ കൂടി വരും. കാരണം ആ ഒരു മോൺസ്റ്റർ അത് പതിയെ അവനെ കീഴടക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ഹീറോയുടെ ഇത്തരത്തിലുള്ള ചിന്തയും പേടിയും കാരണം ആ ലോ ക്ലാസ് ഹോലോയോട് പോലും ഹീറോയ്ക്ക് ഫൈറ്റ് ചെയ്യാനാവില്ല. അത് റുക്കിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, കേവലം ഒരേ ഒരു അലങ്കാരനോട് ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ നിന്റെ അവസ്ഥ ഇതാണ്. സോ ഇങ്ങനെ മുൻപോട്ടേക്ക് പോയാ നീ ഒരു ബിഗ് ഫെയിലിയറായി തീരും. ഇച്ചിഗോ ഇനി നീ ഇങ്ങനെ പേടിച്ചിരുന്ന നിന്നെ നീ തന്നെ തോൽപ്പിക്കും. നിനക്ക് ചുറ്റും ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ആ ഹോലോസും അലങ്കാസും ചേർന്ന് ഇല്ലാതാക്കും. അവർക്ക് വേണ്ടിയെങ്കിലും നീ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അത് കേൾക്കേണ്ട താമസം ഹീറോയിലെ പവർ അത് നല്ല ഫോഴ്സിൽ പുറത്തേക്ക് വന്ന് അവരാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഹോലോ ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. റുക്കി ആണെങ്കിൽ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇച്ചിഗോ നിന്റെ പവർ അത് അൺലിമിറ്റഡ് ആണ്. ആരെ വേണമെങ്കിലും നിനക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയും. നിന്റെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നീ ഇപ്പോ പവർഫുൾ ആവണം. അത് കേട്ട് നമ്മുടെ ഹീറോ അവനവന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടി ആ ഒരു ഹോലോയെ അതിനെ അച്ചരം പൊച്ചറ ആഞ്ഞു വെട്ടി നശിപ്പിച്ചു കളയും. അതിനെ നശിപ്പിച്ചു കളഞ്ഞതിന് ശേഷം റുക്കിയാണെങ്കിൽ ഇപ്പൊ ഹീറോയെ തൂക്കിയെടുത്ത് ഒറഹിബയുടെ അടുത്തേക്ക് കൊണ്ടുവരും. അവൻ ഒറഹിബയോട് പറയും, ഐ എം സോറി, ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. ഇനി ഒരിക്കലും എൻ്റെ ഫ്രണ്ട്സിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ട് ഒറഹിബ അവള് ചിരിക്കും. ഒറഹിബയുടെയും ഇച്ചിഗോയുടെ ബോണ്ടിങ് ഒക്കെ കാണുമ്പോൾ റുക്കിയ്ക്കാണെങ്കിൽ കുറച്ച് അസൂയൊക്കെ തോന്നും. ഒറഹിബയ്ക്ക് പതിയെ ഇപ്പൊ ഇച്ചിഗോട് കുറച്ച് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഓൾ ഡീമൺ സോൾ റീപ്പർ ക്യാപ്റ്റൻ ആളാണെങ്കിൽ ഒരു പയ്യനുമായിട്ട് പൊരിഞ്ഞ വഴക്ക്. ആ പയ്യൻ ആ ക്യാപ്റ്റന്റെ അപ്പിയറൻസ് ഒക്കെ കണ്ട് അവനെ കളിയാക്കി. അടി കിട്ടിയ പയ്യനാണെങ്കിൽ ഇപ്പൊ റാങ്കിയെ നോക്കി വെള്ളം ഇറക്കി നിൽക്കും. അവനാണെങ്കിൽ കൺട്രോൾ പോയി ആ ചുന്ദരിപ്പെണ്ണ് റാങ്കിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അവൻ ക്ലോസ് തന്നെ താമസം അവള് അവന്റെ മുഖത്തടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഇച്ചിഗോയുടെ വീട് കാണിക്കും. വീട്ടിലേക്ക് റുക്കിയയും ഇച്ചിഗോയും കടന്നു വരികയാണ്. റുക്കിയെ കാണേണ്ട താമസം ആ ഡുവൽ സോൾ പാവ അവനാണെങ്കിൽ അങ്ങനെ സന്തോഷത്തില് കരഞ്ഞ് നിലവിളിച്ച് അവളുടെ അടുത്തേക്ക് ഓടി വരും. പക്ഷെ നമ്മുടെ റുക്കിയക്ക് ഇത്തരത്തിലുള്ള ചീപ്പ് സെന്റിമെന്റ്സിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. അവൻ ക്ലോസ് എത്തേണ്ട താമസം അവൻ അവളുടെ തൊട്ടടുത്തേക്ക് എത്തേണ്ട താമസം അവൾ കാലുമടക്കി അവനെ ചവിട്ടി താഴെയിടും. അതിനുശേഷം അവനെ നിലത്തിട്ട് ചവിട്ടി അരക്കുകയാണ്. ഇച്ചിഗോ ആണെങ്കിൽ റുക്കിയോട് ചോദിക്കും, നിനക്ക് എന്തുകൊണ്ടാണ് വീണ്ടും എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് ആഗ്രഹം തോന്നിയേ? അതിനവള് പറയും, എനിക്കിവിടം ഒരുപാട് ഇഷ്ടമാണ്. ഞാനിവിടെ വല്ലാതെ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു. റൂമും
ഇവിടുത്തെ ബാത്റൂമും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ അതേസമയം ഡോറിന്റെ ഓപ്പോസിറ്റ് സൈഡ് യൂസുവും ഇച്ചികോടെ പപ്പയും അവർ രണ്ടുപേരും അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒളിഞ്ഞു കേൾക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും അറിയേണ്ടത് ഹീറോയുടെ ഗേൾഫ്രണ്ടിനെ കുറിച്ചാണ്. ഇപ്പൊ വന്ന റുക്കിയ അവള് സത്യത്തിൽ ഇച്ചികോടെ ഗേൾഫ്രണ്ട് ആയിരിക്കുമോ എന്നാണ് അവരിപ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് അറിയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതേസമയം കരീൻ ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ ഡോറിന് മുൻപിലേക്ക് വരും. കലി ഇളകിയ കരീനാണെങ്കിൽ കാല് മടക്കി പപ്പയെയും അവളുടെ സിസ്റ്റർ യൂസുവെയും ആട്ടിച്ച് തെറിപ്പിക്കും. അവര് തെറിച്ചു വീഴുന്ന ശബ്ദം കേട്ട് ഇച്ചിഗോ അവൻ ഡോർ തുറക്കും. ഇച്ചിഗോയെ കണ്ട് അവർ 100-110 അവിടുന്ന് ഓടുകയാണ്. ഇവിടെ റുക്കിയാണെങ്കിൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് പൊട്ടിച്ചിരിക്കും. സത്യത്തില് അവൾ ഇതൊക്കെയാണ് ഒരുപാട് മിസ് ചെയ്തത്. ഇതുപോലൊരു ഹാപ്പി ഫാമിലി ആൻഡ് കോമഡി ഫാമിലി ജീവിക്കാനാണ് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ഇച്ചിഗോ ആണെങ്കിൽ അലങ്കാസിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ റുക്കിയോട് ചോദിക്കുകയാണ്. അവൾ അതിന് മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഇച്ചിഗോയുടെ വീടിന്റെ റൂഫൊക്കെ തകർത്ത് ആ ക്യാപ്റ്റൻസ് അവരെല്ലാവരും അവന്റെ റൂമിലേക്ക് വരികയാണ്. റാഞ്ചി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവരുടെ സീനിയർ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരക്കൂറ ടൗണ് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് വന്നത്. ഇതിനോടൊപ്പം കൂടി നമ്മൾ പുതിയൊരു ടീം തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഈ ഒരു കാരക്കൂറ സെറ്റിയെ നമ്മൾ എല്ലാവരും ചേർന്നായിരിക്കും ഇനി മുതൽ പ്രൊട്ടക്ട് ചെയ്യുക. ഐസൻ ക്രിയേറ്റ് ചെയ്ത ആ അലങ്കാസ് അവരധികം വൈകാതെ തന്നെ ഈ ഹ്യൂമൻ വേൾഡിലേക്ക് വരും. അലങ്കാസ് ആക്ച്വലി ബേസിക്കലി ഹോലോസ് തന്നെയാണ്. അവറ്റകളെ റിസർച്ചിന് വിധേയമാക്കി ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത് സാക്ഷാൽ ഐസൻ തന്നെയാണ്. സോ നമ്മളുടെ സന്നാഹം അത് ശരിക്കും പവർഫുൾ ആയിട്ടില്ല എങ്കിൽ അവരുടെ മുൻപിൽ നമ്മൾ തോറ്റുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇച്ചിഗോ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഹോലോസിന് മൈൻഡ് സെറ്റോ കൂടുതലായിട്ട് ക്രൂക്കഡായിട്ട് ചിന്തിക്കാനുള്ള കഴിവോ ഇല്ല. പക്ഷേ അലങ്കാസ് അങ്ങനെയല്ല. അവർക്ക് കറക്റ്റായിട്ട് ചിന്തിച്ച് വേണ്ട ഡിസിഷൻ എടുത്ത് അതുപോലെ തന്നെ മൂവ് ചെയ്യാൻ കഴിയും. ഏകദേശം ഹ്യൂമൻസിനെ പോലെ തന്നെയാണ് ഒറ്റകളുടെ ചിന്താശേഷിയും പെരുമാറ്റവും എല്ലാം തന്നെ. ഉടനെ തോഷിറോ ആണെങ്കിൽ ഈ ഇച്ചിഗോട് പറയും ഹോലോസ് ഒരുപാട് ടൈപ്പിലുണ്ട്. അതില് ചില ഹോലോസിന് സമ്പത്തു അത് യൂസ് ചെയ്യാനായിട്ട് കഴിയും. മറ്റു ചില ഹോലോസിന് ഡിഫറെന്റ് ആയിട്ടുള്ള അൺബീറ്റബിൾ ആയിട്ടുള്ള കഴിവും പവറും ഒക്കെ ഉണ്ട്. ആക്ച്വലി നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഒരു ഗില്യൻ ലെവൽ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെമ്മറീസ് എല്ലാം തന്നെ അവന്റെ മനസ്സിലേക്ക് വരികയാണ്. ഉഷിറോ ആണെങ്കിൽ വീണ്ടും പറയും ഗില്യൻസ് അവറ്റകൾ ഭയങ്കര പവർഫുൾ ആണ്. അവറ്റകൾക്ക് ബാക്കി ഹോലോസിനെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള കഴിവുകളുണ്ട്. അവറ്റകളെ ബാക്കിയുള്ള ഹോളോവേഴ്സ് ഗോഡസ് എന്നാണ് വിളിക്കുന്നത്. ശരിക്കും മനുഷ്യരെ പോലെ തന്നെയാണ് അവറ്റകളും. അത് കേട്ട് ഇച്ചിഗോ ആണെങ്കിൽ ആ മോൺസ്റ്റേഴ്സിനെ കുറിച്ച് ചിന്തിക്കും. അവരെ കാണാനും ശരിക്കും മനുഷ്യരെ പോലെ തന്നെയായിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ പിന്നില് ഐസന്റെ ബുദ്ധിയാണ്. അവന് സാധാരണ ഓൾഡ് റീപ്പേഴ്സിനെ പോലെ തന്നെ ഹോലോസിനെ ചേഞ്ച് ചെയ്തെടുക്കാനാണ് ഇത്രയൊക്കെ അവൻ ചെയ്ത് കൂട്ടിയത്. കുട്ടികൾക്കാണെങ്കിൽ സോൾഡ് റീപ്പേഴ്സിനെ പോലെ തന്നെ സമ്പത്തുമുണ്ട്. അത് യൂസ് ചെയ്യാനും അവർക്ക് നന്നായിട്ട് അറിയാം. ഹോലോസിന്റെ ആർമി അത് കൂടുതൽ പവർഫുൾ ആണെന്ന് മനസ്സിലാക്കി ഹീറോ അവനങ്ങനെ പേടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മീ വിത്ത് മല്ലു എപ്പിസോഡ്.